യൂറിയെ അവഗണിച്ച് അവിടെ നിന്ന് പുറത്തു കടക്കാൻ അവർ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ബേസ്മെന്റിലേക്ക് പോകാൻ ആന്റന്റെ ഫ്ളാറ്റിന്റെ തറ പൊളിക്കുന്നു അവർ. ടിമ്മും ഒലീവിയയും ചേർന്ന് ആന്റന്റെ ഫ്ളാറ്റിൽ നിന്ന് ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി തേടുന്നു അവർ. അങ്ങനെ സബ്വേയിലേക്ക് പോകാനുള്ള വാതിൽ അവർ കണ്ടെത്തുന്നു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് ആ വാതിലിന്റെ പൂട്ട് പൊളിക്കുന്നു അവർ. എന്നാൽ വാതിൽ തുറന്ന അവർ വീണ്ടും അവിടെ മതിൽ കാണുന്നു. അപ്പോഴേക്കും യൂറി ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇത് കണ്ട് അവർക്ക് സഹിക്കാനായില്ല. എല്ലാവരും വീണ്ടും പരാജയപ്പെടുന്നു. ദേഷ്യത്തിൽ മാർവിൻ ഓസ്വാൾഡിന്റെ തോക്കുകൊണ്ട് ആ മതിലിലേക്ക് വെടിവെക്കുന്നു. എന്നാൽ കാന്തിക ശക്തിയുള്ള മതിലായതിനാൽ ആ ബുള്ളറ്റുകൾ അവരുടെ നേർക്ക് തന്നെ വരുന്നു. എല്ലാവരും ഉടൻ തന്നെ രക്ഷപ്പെടാനായി തറയിലേക്ക് വീണെങ്കിലും ഓസ്വാൾഡിന് വെടിയേൽക്കുന്നു. അവിടെ വെച്ച് ഓസ്വാൾഡ് മരണമടയുന്നു. ഓസ്വാൾഡ് മരിച്ചതിനാലും പുറത്തു കടക്കാനാകാത്തതിനാലും നിസ്സഹായരായി അവർ അവിടെ ഇരിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സിമിലർ ആയിട്ടുള്ളത് കൊണ്ടാകാം നമ്മൾ അവിടെ അകപ്പെട്ടിരിക്കുന്നതെന്ന് അന്ന പറയുന്നു. അതായത് 15 വയസ്സുള്ളപ്പോൾ തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽപ്പെട്ട താൻ മരണത്തോട് മല്ലടിച്ചിരുന്നു. അതുപോലെ മരണം മുൻപിൽ കണ്ട എന്തെങ്കിലും നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് അന്ന ചോദിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ക്യാൻസർ ബാധിച്ച മൂലം തന്റെ അമ്മ മരിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ലിയ പറയുന്നു. യൂറി ഒരു പോലീസ് ഓഫീസർ ആണെന്നും താനൊരു ക്രിമിനലിനെ ഡ്യൂട്ടിക്കിടയിൽ കൊന്നിട്ടുണ്ടെന്നും യൂറി പറയുന്നു. പെട്ടെന്ന് എല്ലാവരും ടിമ്മിനെയും ഒലീവിയെയും നോക്കുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് ഒലീവിയ പറയുന്നു. എന്നാൽ ടിമ്മിന് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ഇത് കേട്ടയുടൻ വിഷമം സഹിക്കാനാകാത്ത ടിം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും അവർ രക്ഷപ്പെടാനുള്ള വഴി തേടാൻ ആരംഭിക്കുന്നു. എല്ലാവരോടും ടിം ഫ്രെഡ്മാന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ റിനോവേഷനെ സംബന്ധിച്ചുള്ള പ്ലാനുകളോ ഉണ്ടോ എന്ന് തേടാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം ഒലീവിയയും ലിയയും ചേർന്ന് ആന്റണ് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് എല്ലാം പരിശോധിക്കുകയാണ്. യൂറി ഒഴിച്ച് ബാക്കി എല്ലാവരും ഓരോരോ കാര്യങ്ങൾ തേടുന്നു. എന്നാൽ യൂറി പുറത്തേക്ക് കിടക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. പെട്ടെന്ന് ടിം ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അവിടെയുള്ള എല്ലാ ഫ്ളാറ്റും ഒരുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഫ്ളാറ്റിലെ മുറി പോലെയല്ല ഫ്രെഡിന്റെ മുറി. വളരെയധികം വലിപ്പം കുറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ അവിടെ ഒരു സീക്രട്ട് റൂം ഉള്ളതായി ടിം കണ്ടുപിടിക്കുന്നു. എല്ലാവരെയും അമ്പരിപ്പിച്ച് ടിം ആ സീക്രട്ട് റൂം തുറക്കുന്നു. എന്നാൽ ആ റൂമിനുള്ളിൽ എല്ലാ ഫ്ളാറ്റിലെയും ഒളിപ്പിച്ചിരുന്ന CCTV ക്യാമറകൾ കണക്ട് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. എല്ലാ ഫ്ളാറ്റിലെയും ദൃശ്യങ്ങൾ അതിൽ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ ആരംഭിക്കുകയാണ് ടിം. കമ്പ്യൂട്ടറിലൂടെ അവിടെ എങ്ങനെയാണ് ആ മതിൽ ഉണ്ടായതെന്ന് അവർ കാണുന്നു. അവിശ്വസനീയമായ രീതിയിലാണ് പെട്ടെന്നൊരു മതിൽ അവിടെ ഉണ്ടാകുന്നത്. ആന്റന്റെ റൂമിൽ പരിശോധിച്ചുകൊണ്ടിരുന്ന ലിയയ്ക്ക് ആന്റന്റെ മരണത്തിൽ ഒരു ദുരൂഹത തോന്നുന്നു. അതിനാൽ തന്നെ ആന്റന്റെ ശരീരം പരിശോധിക്കുകയാണ് ലിയ. അയാളുടെ കഴുത്തിൽ ആരോ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ലിയ കാണുന്നു. ആരോ ആന്റണിനെ കഴുത്തു ഞെരിച്ച് കൊന്നതാണെന്ന് ലിയയ്ക്ക് മനസ്സിലായി. ഇതേ സമയം സീക്രട്ട് റൂമിലെ കമ്പ്യൂട്ടറിലൂടെ യൂറി ആന്റണിനെ കൊലപ്പെടുത്തുന്ന ദൃശ്യം അവർ കാണുന്നു. ഉടൻ തന്നെ അവർ ആന്റണിന്റെ റൂമിലേക്ക് ഓടിയെത്തുന്നു. അപ്പോഴേക്കും ആന്റണിന്റെ മുറിയിൽ തനിച്ചായ ലിയയെ യൂറി കൊന്നു കളഞ്ഞിരുന്നു. യൂറിയെ പിടിച്ചു കെട്ടാൻ ടിമ്മും മാർവിനും ചേർന്ന് ശ്രമിക്കുന്നു.